ലോക്സഭയുടെ കാലാവധി എത്ര? ഉത്തരം ആദ്യ സമ്മേളന തീയതി മുതൽ 5 വർഷം. ലോക്സഭയുടെ കാലാവധി ആദ്യ സമ്മേളന തീയതി മുതൽ 5 വർഷമാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയതെന്ന്? ഉത്തരം 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് 1910. ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതെല്ലാം? ഉത്തരം 1920, 1925, 1927, 1934, 1937. 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വരാപ്പുഴ കായൽ ഏതിൻ്റെ ഭാഗമാണ്? ഉത്തരം വേമ്പനാട്ട് കായലിൻ്റെ. വരാപ്പുഴ കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമേത്? ഉത്തരം പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം പൂക്കോട് തടാകമാണ്. ഇരവികുളം വന്യജീവി സങ്കേതമായി നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1975. 1975 ഇരവികുളം വന്യജീവി സങ്കേതമായി നിലവിൽ വന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന നദി ഏത്? ഉത്തരം പെരിയാർ. പെരിയാറാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന നദി. ഗുഹാവാസികളായ കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ഏത്? ഉത്തരം ചോല നായ്ക്കർ. ചോല നായ്ക്കർ ആണ് ഗുഹാവാസികളായ കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. ഏത് അണക്കെട്ടിൻ്റെ ഫലമായാണ് തേക്കടിയിൽ തടാകം രൂപപ്പെട്ടത്? ഉത്തരം മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഫലമായാണ് തേക്കടിയിൽ തടാകം രൂപപ്പെട്ടത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിൽ? ഉത്തരം എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉത്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഉത്തരം വയനാട്. വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉത്പാദിപ്പിക്കുന്ന ജില്ല. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയ് ആര്? ഉത്തരം റീഡിംഗ് പ്രഭു. റീഡിംഗ് പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയ്.